നമസ്കാരം. ഇറാനിൽ അമേരിക്ക ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ അതീവ സുപ്രധാനമായ പാർച്ചിൻ സൈനിക കേന്ദ്രത്തിലുണ്ടായ ദുരൂഹ സ്ഫോടനത്തെ തുടർന്ന് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധമുനമ്പിലായിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ആണവായുധ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്ന പാർച്ചിനിലെ സ്ഫോടനത്തിന് പിന്നാലെ വൻ സന്നാഹങ്ങളുമായി അമേരിക്കൻ നാവികസേന മേഖലയിൽ തമ്പടിച്ചത് സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചു. ചൊവ്വാഴ്ചയാണ് പാർച്ചിൻ സൈനിക കോംപ്ലക്സിനുള്ളിൽ സ്ഫോടനം നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാൻ അധികൃതർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഉപഗ്രഹ ചിത്രങ്ങൾ സ്ഫോടനം നടന്നതായി സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി എന്ന് കരുതപ്പെടുന്ന ഈ കേന്ദ്രത്തിലെ പുതിയ സംഭവം അട്ടിമറിയാണോ അതോ അപകടമാണോ എന്നത് വ്യക്തമല്ല. ഈ സംഭവമാണ് അമേരിക്കൻ ആക്രമണം ഇറാനിൽ തുടങ്ങിയോ എന്ന സംശയം ശക്തിപ്പെടുത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനയും. ചൊവ്വാഴ്ചയാണ് പാർച്ചിൻ സൈനിക കോംപ്ലക്സിനുള്ളിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ അധികൃതർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഉപഗ്രഹ ചിത്രങ്ങൾ സ്ഫോടനം നടന്നതായാണ് വ്യക്തമാക്കുന്നത്. അതേസമയം സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ സ്ട്രൈക്സ് ഗ്രൂപ്പ് ഗൾഫ് മേഖലയിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. ഇറാന്റെ ഏതു നീക്കത്തെയും നേരിടാൻ സജ്ജമാണ് എന്ന് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ അടക്കമുള്ള സന്നാഹങ്ങളുമായി അമേരിക്കൻ സേന എത്തിയിരിക്കുന്നത്. ഇറാനിൽ തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട നടപടിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. പ്രതിഷേധക്കാരെ കൊന്നൊടുക്കുന്നത് തുടർന്നാൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. രാജ്യത്തെ സാമ്പത്തിക തകർച്ചയ്ക്കും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കുമെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ 6126 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിൽ 5777 പ്രതിഷേധക്കാരും 86 കുട്ടികളും ഉൾപ്പെടുന്നു. 41,800-ലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതായത് ഈ പ്രതിഷേധത്തെ തുടർന്ന് അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഉപരോധവും ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും കാരണം ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയുടെ വക്കിലാണ്. വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. പുതിയ സ്ഫോടനവും അമേരിക്കൻ നീക്കങ്ങളെ മേഖലയെ വൻ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. അതായത് ഇറാന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ മാക്സിമം മുതലെടുക്കുന്ന നിലപാടായിരുന്നു ട്രംപിന്റേത്. സമാധാനപരമായ പ്രതിഷേധത്തെ എങ്ങനെയൊക്കെ ആളിക്കത്തിക്കാമോ ആ രീതിയിൽ വെടിമരുന്ന് പകർന്നു കൊടുത്ത് ആളിക്കത്തിച്ച ശേഷം മുതലെടുപ്പ് നടത്തുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് നടക്കുന്നത്. ഇറാൻ ഭരണകൂടത്തെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാമോ, ക്രൂരമായി ചിത്രീകരിക്കാമോ ആ വഴികളെല്ലാം തന്നെയും ട്രംപ് ഭരണകൂടം നോക്കുന്നുണ്ട്.